എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പരിഷ്കരിച്ച SCERT 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന ചാപ്റ്റർ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സാണിത്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് സ്വയം തൊഴിൽ? ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും കൂടാതെ ഒരു തൊഴിലാളിയുടെ ഉത്തരവാദിത്തവും നിർവഹിക്കുന്നു. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. വിവിധ സ്വയം തൊഴിൽ സഹായ പദ്ധതികൾ. സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിലും നൈപുണ്യവും വകുപ്പിന് കീഴിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി വിവിധ സഹായ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. നവജീവൻ, കൈവല്യ, ശരണ്യ, ജീവനം എന്നീ പദ്ധതികൾ കൂടാതെ ഗ്രൂപ്പ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത തൊഴിൽരഹിതർക്കുള്ള കേസ് റൂൾ 99 തുടങ്ങിയവയാണ് കേരള സർക്കാർ നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതികൾ. വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദമായി നോക്കാം. നവജീവൻ പദ്ധതി. മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണിത്. ഒറ്റയ്ക്ക് മാത്രമല്ല, ഒന്നിലധികം അപേക്ഷകർ ചേർന്ന് സംയുക്ത സംരംഭം ആരംഭിക്കുവാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഇതിൽ ഓരോ വ്യക്തിക്കും വായ്പയ്ക്കും സബ്സിഡിക്കും അർഹതയുണ്ടായിരിക്കുന്നതാണ്. നവജീവൻ പദ്ധതിയുടെ അപേക്ഷകന് വേണ്ട യോഗ്യതകൾ നോക്കാം. അപേക്ഷകൻ്റെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നിലവിലുണ്ടായിരിക്കണം. അപേക്ഷകൻ്റെ പ്രായപരിധി 50നും 65നും മധ്യമായിരിക്കണം. അപേക്ഷകൻ്റെ വ്യക്തിഗത വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എന്നിവയാണ് അപേക്ഷകൻ്റെ യോഗ്യതകൾ. നവജീവൻ പദ്ധതി പ്രകാരം മുൻഗണന ലഭിക്കുന്ന വിഭാഗങ്ങളാണ് നിലവിൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കിക്കൊണ്ടിരിക്കുന്നവർ. അനുവദിക്കുന്ന വായ്പയിൽ 25% സ്ത്രീകൾക്ക് ലഭ്യമാക്കുന്നതാണ്. 55 വയസ്സ് കഴിഞ്ഞ വിധവകൾ, ഭിന്നശേഷിക്കാർ എന്നിവരെ ആദ്യം പരിഗണിക്കും. അനുവദിക്കുന്ന വായ്പയിൽ 25% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിന് ലഭ്യമാക്കുന്നതാണ്. നവജീവൻ പദ്ധതിയുടെ വായ്പാ തുക പരമാവധി 50,000 രൂപയാണ്. വായ്പയ്ക്ക് ജാമ്യം ആവശ്യമില്ല. നവജീവൻ അപേക്ഷാ ഫോം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൈവല്യ പദ്ധതി. ഭിന്നശേഷിക്കാർക്കുള്ള സമഗ്ര തൊഴിൽ സഹായ പദ്ധതിയാണ് കൈവല്യ. ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ എന്നിവയ്ക്കും സർക്കാർ സബ്സിഡിയും വായ്പയും നൽകുന്ന പദ്ധതിയാണിത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഇത് നടപ്പാക്കുന്നത്. 2016 പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങൾ ഉൾപ്പെടുന്നു. വൊക്കേഷണൽ കരിയർ ഗൈഡൻസ്, കപ്പാസിറ്റി ബിൽഡിംഗ്, മത്സര പരീക്ഷകൾക്കായുള്ള കോച്ചിംഗ് ക്ലാസുകൾ, സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ എന്നിവയാണിത്. ഈ ഗുണഭോക്താക്കൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി സ്ഥിരമായ ഒഴിവുകളുടെ നാമനിർദ്ദേശത്തിന് അർഹതയുണ്ട്. സ്വയം തൊഴിൽ കണ്ടെത്താൻ ഒരാൾക്ക് 50,000 രൂപ വരെ വായ്പ അനുവദിക്കുന്നതാണ് പദ്ധതി. ആവശ്യമെങ്കിൽ 1 ലക്ഷം രൂപ വരെ നൽകും. ഗ്രൂപ്പ് സംരംഭങ്ങളെയും ഇതിനായി പരിഗണിക്കുന്നുണ്ട്. ഗ്രൂപ്പിലെ ഓരോ അംഗത്തിനും ഇതേ നിരക്കിൽ വായ്പ ലഭിക്കാനുള്ള അവസരമുണ്ട് കൈവല്യ പദ്ധതിയിൽ. കൈവല്യ പദ്ധതി അപേക്ഷകന് വേണ്ട യോഗ്യതകൾ നോക്കാം. സംരംഭകന് 21നും 55നും ഇടയിലായിരിക്കണം പ്രായം. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. വിദ്യാഭ്യാസ യോഗ്യത നിഷ്കർഷയില്ല, എന്നാൽ എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ മതി. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. കൂടുതൽ അംഗവൈകല്യം ഉണ്ടെങ്കിൽ ഒരു ബന്ധുവിനെ കൂടി ഉൾപ്പെടുത്തി വായ്പ അനുവദിക്കുന്നതായിരിക്കും. അപേക്ഷകൻ ഒരു സംരംഭക വികസന പരിശീലന പരിപാടിയിൽ പങ്കെടുത്തിരിക്കണം. 3 മാസത്തിന് ശേഷം ത്രൈമാസ തവണകളായി വായ്പ തിരിച്ചടച്ചാൽ മതി. രൂപരേഖ തയ്യാറാക്കാനും സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനും വേണ്ട സഹായവും എംപ്ലോയ്മെൻറ്റ് വകുപ്പിൽ നിന്ന് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട വെബ് വിലാസം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ശരണ്യ പദ്ധതി. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കവും വേർതിരിക്കപ്പെട്ടതുമായ സ്ത്രീകളെ ഉയർത്തുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ശരണ്യ. വിധവകൾ, വിവാഹമോചിതർ, ഉപേക്ഷിക്കപ്പെട്ടവർ, 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത സ്ത്രീകൾ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, ഭിന്നശേഷിക്കാർ, കിടപ്പിലായ രോഗികളുടെ ഭാര്യ എന്നിവർക്കാണ് പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നത്.
50,000 രൂപ വരെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി വായ്പ അനുവദിക്കുന്നുണ്ട്. ഏതുതരം സ്വയം തൊഴിൽ സംരംഭവും ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കാവുന്നതാണ്. ശരണ്യ പദ്ധതിയുടെ അപേക്ഷകൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ നിലവിലുണ്ടായിരിക്കണം. പ്രായം 18 വയസ്സിനും 55 വയസ്സിനും ഇടയിലായിരിക്കണം. അവിവാഹിതകൾക്ക് അപേക്ഷിക്കുന്ന സാമ്പത്തിക വർഷം ഏപ്രിൽ 1-ന് 30 വയസ്സ് പൂർത്തിയായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത, സാക്ഷരത, സാങ്കേതിക യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലോ ജില്ലാ ഓഫീസിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന് നിശ്ചിതമായൊരു ഫോമുണ്ട്. പ്രൊഫഷണൽ സാങ്കേതിക യോഗ്യതയുള്ളവർക്ക് സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പ് പരമ്പരാഗത തൊഴിലാളികൾക്ക് നൽകുന്ന പ്രവൃത്തി കാര്യക്ഷമതാ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ITI ITC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മുൻഗണന നൽകുന്നതാണ് ഈ പദ്ധതിയിലൂടെ. പദ്ധതി പ്രകാരം വായ്പ ലഭിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് നിർബന്ധമായും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. പരിശീലനം പൂർത്തിയാക്കിയാൽ മാത്രമേ വായ്പ തുക അനുവദിക്കുകയുള്ളൂ. ശരണ്യ ഗുണഭോക്താവിന് തുടർന്ന് തൊഴിൽരഹിത വേതനം ലഭിക്കുന്നതല്ല. വായ്പ ലഭിച്ച ഉദ്യോഗാർത്ഥികളെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള താൽക്കാലിക ജോലികൾക്ക് പരിഗണിക്കില്ല. എന്നാൽ സ്ഥിരം ജോലികൾക്ക് പരിഗണിക്കുന്നതാണ്. നിയമനം ലഭിക്കുകയാണെങ്കിൽ അവർ ഈ പദ്ധതി പ്രകാരം എടുത്തിട്ടുള്ള വായ്പ തുക പൂർണ്ണമായും അടച്ചു തീർക്കേണ്ടതാണ്. ജീവനം പദ്ധതി. ജീവനം ഒരു സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ്. സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ജീവനം. സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന, കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും ഗുരുതര പരുക്കു പറ്റിയവരുടെ പുനരധിവാസത്തിനായി സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജീവനം. പദ്ധതിയുടെ ഭാഗമായി അർഹരായ ഗുണഭോക്താക്കൾക്ക് ഒറ്റത്തവണ ധനസഹായമായി 20,000 രൂപ നൽകുന്നു. ജീവനം പദ്ധതി അപേക്ഷകൻ കുറ്റകൃത്യത്തിന് ഇരയായി ഗുരുതര പരുക്കു പറ്റിയ വ്യക്തിയോ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടയാളുടെ ഭാര്യ, ഭർത്താവ്, അവിവാഹിതരായ മകൻ, മകൾ ആയിരിക്കണം. അപേക്ഷകൻ്റെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയായിരിക്കണം. അപേക്ഷകൻ കുറ്റകൃത്യം നടന്ന് 5 വർഷത്തിനകം അപേക്ഷിച്ചിരിക്കണം. കേസ് റൂൾ 99. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലില്ലാത്തവർക്കുള്ള കേരള സംസ്ഥാന സ്വയം തൊഴിൽ പദ്ധതിയാണ് കേസ് റൂൾ 99. കേരള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ ദ രജിസ്റ്റേർഡ് അൺഎംപ്ലോയ്ഡ് എന്നാണ് പൂർണ്ണനാമം. 21 മുതൽ 50 വയസ്സുവരെയുള്ളവർക്ക് കേസ് റൂൾ പ്രകാരം അപേക്ഷിക്കാൻ അർഹതയുണ്ട്. കുറഞ്ഞ മുതൽ മുടക്കിൽ ഉൽപ്പാദന, വാണിജ്യ, സേവന സംരംഭങ്ങൾ ഈ പദ്ധതിയിലൂടെ തുടങ്ങാം. വ്യക്തിഗതമായോ ഗ്രൂപ്പായോ സംരംഭങ്ങൾ ആരംഭിക്കാവുന്നതാണ്. കേസ് റൂൾ പദ്ധതിയിൽ പരമാവധി 1,00,000 രൂപ വരെ വായ്പ ലഭിക്കും. ഗ്രൂപ്പ് സംരംഭമാണെങ്കിൽ ഗ്രൂപ്പിലെ ഓരോ അംഗത്തിനും 1,00,000 രൂപ വീതം കിട്ടും. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ അധികമായിരിക്കരുത്. മലയാളം വായിക്കാനും എഴുതാനും അറിയണം. വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. കേസ് റൂൾ പ്രയോജനപ്പെടുത്തുന്നവരെ എംപ്ലോയ്മെൻറ്റ് വഴിയുള്ള താൽക്കാലിക നിയമനങ്ങൾക്ക് പരിഗണിക്കില്ല. എന്നാൽ സ്ഥിര നിയമനങ്ങൾക്ക് അർഹതയുണ്ടാകുന്നതാണ്. മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബ്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 2 മുതൽ 5 വരെ അംഗങ്ങളുള്ള ഗ്രൂപ്പുകൾക്ക് 10,00,000 രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ നിലവിലുള്ളവർക്കാണ് ഇത് ലഭ്യമാക്കുക. പദ്ധതിയിലൂടെ എല്ലാത്തരം സംരംഭങ്ങൾക്കും വായ്പ ലഭിക്കുന്നതാണ്. ആകെ പദ്ധതി ചെലവ് 10,00,000 രൂപയിൽ കൂടരുത്. വായ്പാ തിരിച്ചടവ് ജോബ് ക്ലബ്ബ് അംഗങ്ങളുടെ കൂട്ടുത്തരവാദിത്തമായിരിക്കും. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം പരമാവധി 1,00,000 രൂപയാണ്. പ്രായം 25-നും 45-നും ഇടയിലായിരിക്കണം. പട്ടികജാതി, പട്ടികവർഗ, ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധി 50 വയസ്സാണ്. ബിരുദമുള്ള സ്ത്രീകൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയവർ, തൊഴിൽരഹിത വേതനം കൈപ്പറ്റുന്നവർ, പോളിടെക്നിക്, ITI എന്നിവിടങ്ങളിൽ നിന്ന് വിവിധ ട്രേഡുകൾ സർട്ടിഫിക്കറ്റ് നേടിയവർ, വിവിധ വകുപ്പുകൾ നടത്തുന്ന തൊഴിൽ പരിശീലനം വഴി കാര്യക്ഷമത സർട്ടിഫിക്കറ്റ് നേടിയ പരമ്പരാഗത തൊഴിലാളികൾ എന്നിവർക്ക് പദ്ധതിയിൽ മുൻഗണന ലഭിക്കും. സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.